ഇന്നത്തെ ഒരു ദിനം ഇന്നത്തെ ഒരു ദിനമല്ല, ഇനി വരും ദിനങ്ങളിലും നമ്മൾ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടും നിൽക്കുന്ന ഈ മനുഷ്യരെ ഒന്ന് നോക്കുക. അവർക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് അവർ പറയുന്നതിന് മുമ്പ് അവർക്കത് സാധിച്ചു കൊടുക്കുക. അങ്ങനെ അവർക്ക് പറ്റാത്തത് നമ്മളിലൂടെ അത് സാധ്യമാക്കി കൊടുക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ഒരു സന്ദേശമായി നമ്മൾ മനസ്സിലാക്കുന്നത്. വേർ ദെർ ഈസ് ലൈഫ് ദെർ ഈസ് ഹോപ്പ്. ഒരു പ്രേക്ഷകൻ പറയുന്നു, വേർ ദെർ ഈസ് ഹോപ്പ് ദെർ ഈസ് ലൈഫ്. എവിടെ പ്രതീക്ഷയുണ്ടോ അവിടെ ജീവിതമുണ്ട് എന്നാണ്. നമുക്കിപ്പം മറ്റൊരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഋതമോളും ലൈലയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഋത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഋതയുടെ കുടുംബവും നമുക്കൊപ്പം ചേരും. ഋതമോൾ നന്നായിട്ട് പാട്ട് പാടും. നമുക്ക് ഋതയെ ഇവിടെ ഇരുത്താം അല്ലേ? ഇരിക്കാമല്ലോ ഋത? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇരിക്കുന്നു. ഓക്കെ, ഉമ്മയുടെ പേര് ലൈല. ഓക്കെ, ഇരുന്നാട്ടെ. ഓക്കെ, യെസ്, ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, ഋതയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ? ഇഷ്ടമുള്ള ഭക്ഷണം കറിയപ്പം. അപ്പമാണ് ചപ്പാത്തിയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? ആരെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ചപ്പാത്തിയാണോ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ചപ്പാത്തിയാണോ ഇഷ്ടം? കഴിക്കുന്നില്ല, ഇപ്പൊ കഴിക്കുന്നില്ല അല്ലേ ഉമ്മ? ഇപ്പൊ ഋതമോക്ക് ഇപ്പൊ എത്ര വയസ്സായി? 21 വയസ്സായി അല്ലേ? ഓക്കെ, മിടിക്കെ പാട്ട് പാടുമെന്ന് കേട്ടു. പാട്ട് പാടും അല്ലേ? അപ്പൊ നമുക്കൊരു നല്ല പാട്ട് കേൾക്കണം. ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു 2 വരി പാടിയിട്ട് നമുക്കൊരു ഇടവേള പോകാം. ഇടവേള പോയിട്ട് തിരിച്ചു വന്നിട്ട് നന്നായിട്ട് പാടാം. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽ തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ തളിരാർന്ന പൊന്മേനി നോവുമേ, കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ സുഖശുശ്രുതി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. സുഖശുശ്രുതി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽ തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ. സൂപ്പർ. ഒരുപാട് പേർക്ക് കവിതയുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കവിതയിലേക്ക് വരണം, മറ്റു പാട്ടുകളിലേക്ക് വരണം. ഋതമോളുടെ മനോഹരമായ പാട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. സ്നേഹിത, നിന്നോട് ജീവിത വ്യതകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ. തെരുവിൽ വെച്ചു നീ കാണുമ്പോഴൊക്കെയും കുശലമിയുന്നു. മുൻവരി പല്ലിനാൽ ചിരിവിരിക്കുന്നു. കീശയിൽ കൈയിട്ടു കുരുതി ചെയ്യുവാനായുധം തേടുന്നു. പല നിറങ്ങളിൽ നിന്റെ മുഖം മൂടി, പല നിലങ്ങളിൽ നിന്നരിഞ്ഞൽ കൃഷി. മധുരമാകർഷകം മന്ദഹാസവും കരുണ മൂടിയ കൺകെട്ടു വിദ്യയും സുഗതമാത്മപ്രകാശനം നാടക കളരി തോൽക്കുന്ന ഭാഷയും ഭാവവും. കപട സ്നേഹിത, നിന്നോട് വാസ്തവ കവിത ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ. ആരുടെ കവിതയായിരുന്നു? കുരിപ്പുഴ ശ്രീകുമാറിന്റെ അല്ലേ? മനോഹരമായിട്ട് മോള് ആ കവിത ചൊല്ലി കുരിപ്പുഴയുടെ.